കർണാടകയിലെ ഒരു ലോക്കൽ പാർട്ടിയുണ്ട്. അതായത് സ്വന്തം ഊരും പേരും ഒക്കെ നഷ്ടമായി ഇരിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അത് സ്വന്തം അവസരം കളഞ്ഞു കുളിച്ചത് കുമാരസ്വാമി തന്നെയാണ്. ജെ ഡി എസിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിലെ ജെ ഡി എസിനെ ബി ജെ പിക്കൊപ്പം നിർത്താൻ ഒരിക്കലും കുമാരസ്വാമിക്ക് കഴിയില്ല. ദേവഗൗഡയാണെങ്കിൽ നേരത്തെ ഒന്ന് പറഞ്ഞ് പിന്നീട് മറ്റൊന്ന് പറഞ്ഞ് പ്രായാധിക്യം കൊണ്ട് പല രീതിയിലും പല സംസാരങ്ങളാണ് ഈ പറയുന്ന മുതിർന്ന നേതാവായ മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആയിട്ടുള്ള ദേവഗൗഡ പറഞ്ഞിട്ടുള്ളത്. കുമാരസ്വാമി ആണെങ്കിലോ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു. കോൺഗ്രസ് ജെ ഡി എസ് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട് ഇങ്ങനെയാണ്. അതായത് കോൺഗ്രസിൽ നിന്ന് കുറേ MLA-മാർ ചാടി ബി ജെ പിയിലേക്ക് പോവുകയും അതുവഴി ബി ജെ പി മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ്. എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് കുമാരസ്വാമിയുടെ വിചാരം എന്ന് പറയുന്നത് അത്രയ്ക്ക് പൊട്ടന്മാരാണ് അവിടെ ജയിച്ചു വന്നിരിക്കുന്ന MLA-മാർ എന്നൊക്കെയാണ്. കഴിഞ്ഞ തവണ കുമാരസ്വാമിയും കൂട്ടുപിടിച്ച് കോൺഗ്രസ് ഒരു മന്ത്രിസഭ രൂപീകരിച്ചതിന് കൃത്യമായ ശിക്ഷ എന്ന രീതിയിൽ, അല്ലെങ്കിൽ കൃത്യമായി അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസ്സിന് പറ്റിയ തെറ്റ്. അതുകൊണ്ടാണ് അവരെ പലരെയും റിസോർട്ടിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. DKയുടെ കയ്യിൽ തന്നെയാണ് എല്ലാ റിമോട്ടും. അവിടെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് സിദ്ധരാമയ്യ തന്നെയാണെങ്കിലും ഫലത്തിൽ എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ അധ്യക്ഷനാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. മാത്രമല്ല കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുമതലയും കൊടുത്തിരിക്കുന്ന DKയ്ക്കാണ്. തീർച്ചയായും അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ വിജയത്തിലേക്ക് ഒരുങ്ങും. ജനതാദൾ സെക്യുലർ കർണാടകയിൽ മൈസൂരിൽ ഒതുങ്ങി എന്ന് മാത്രം പറയേണ്ട, മൈസൂരിൽ പോലും ഒരു പ്രകടനവുമില്ലായിരുന്നു. അടുത്ത തവണ ഉള്ള സീറ്റും കൂടി കളഞ്ഞ് കുളിക്കും എന്നുള്ളതിൽ സംശയമില്ല. കുമാരസ്വാമി ഇപ്പോൾ എല്ലാം ത്യജിച്ച് വീട്ടിലിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ്. കുമാരസ്വാമിയുടെ പിതാവ് ദേവഗൗഡ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. കുമാരസ്വാമിക്കും അതുതന്നെയാണ് ജനങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് കാര്യമായ ലീഡൊന്നും നേടാൻ കഴിഞ്ഞില്ല. ജെ ഡി എസിൻ്റെ വലിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഓൾഡ് മൈസൂർ മേഖലയായിരുന്നു. ആ ഓൾഡ് മൈസൂരിൽ വലിയ നേട്ടമൊന്നും ജെ ഡി എസിന് നേടാൻ കഴിഞ്ഞില്ല. നഷ്ടം മാത്രമാണ് ഉണ്ടായത്. അത് ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തീവ്രമായിട്ടുള്ള നഷ്ടത്തിലേക്ക് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ജെ ഡി എസിൻ്റെ ഈ സംവിധാനം അത് ബി ജെ പിക്ക് ഉപകരിക്കാൻ, അല്ലെങ്കിൽ ജെ ഡി എസിൻ്റെ MLA-മാരെ ബി ജെ പി പോക്കറ്റിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കേരളത്തിലെ ജെ ഡി എസിനോട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നടന്നാൽ കേരളത്തിൽ കേരള ഘടകമുണ്ടാക്കി ജെ ഡി എസ് ആ ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇവിടെ ജെ ഡി എസിൻ്റെ MLA-മാരായിട്ടുള്ളത് കൃഷ്ണൻകുട്ടിയും അതുപോലെ മാത്യു ടി തോമസുമാണ്. അവർ ഒരു കാലത്തും ഇടതുപക്ഷം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ആയ കാലത്തൊക്കെ ഇടതുപക്ഷവുമായി വലിയ രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് പിണക്കമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.